നിപ്പ ജാഗ്രതയിലാണ് നമ്മുടെ സംസ്ഥാനം. പാലക്കാട്ട് രോഗം സ്ഥിരീകരിച്ച യുവതിയുടെ നില ഗുരുതരമായി തുടരുന്നു. 38-കാരിയെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സമ്പർക്ക പട്ടികയിലെ 10 വയസ്സുകാരിക്ക് രോഗലക്ഷണങ്ങളുമുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത തുടരണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. വിവരങ്ങളുമായി അരുൺ ആലത്തൂരും. പാലക്കാട് നിന്ന് അരുൺ ആലത്തൂരും കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷും ചേരുന്നു. ആദ്യം അരുൺ ആലത്തൂർ. അരുൺ, പാലക്കാടാണ് നിപ്പ ഭീതി നിലനിൽക്കുന്നത്. 38 വയസ്സുള്ള യുവതി അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ കോഴിക്കോട്ട് ചികിത്സയിലാണ്. മലപ്പുറത്തായിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് യുവതിയെ കൂടുതൽ ചികിത്സയ്ക്കായി കോഴിക്കോട്ടേക്ക് മാറ്റുന്നത്. പാലക്കാട്ട് വിവിധ മേഖലകളിൽ ഇപ്പോൾ തന്നെ ജാഗ്രതാ നിർദ്ദേശവും വലിയ നിയന്ത്രണങ്ങളുമുണ്ട്. കൂടുതൽ വിവരങ്ങൾ അരുൺ ആലത്തൂർ. വിനോദ്, തീർച്ചയായിട്ടും പാലക്കാട് ജാഗ്രത തുടരുകയാണ്. ഈ പാലക്കാട് നിപ്പ സ്ഥിരീകരിച്ച 38-കാരിയെ ഇന്നലെ രാത്രിയോടുകൂടെയാണ് മലപ്പുറത്ത് നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ഈ സാഹചര്യത്തിൽ ഈ പാലക്കാട് തച്ചനാട്ടുകര പ്രദേശത്ത് കൂടുതൽ ജാഗ്രത ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ, ജില്ലയിലെ പ്രധാന സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ, മറ്റ് ഉദ്യോഗസ്ഥർ, വിവിധ വകുപ്പുകളിലെ മേധാവികൾ ഉൾപ്പെടുന്ന 26 അംഗ കമ്മിറ്റി പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ചിട്ടുണ്ട്. 110 പേർ നിരീക്ഷണത്തിലാണ്. മരുന്നുകൾ, PPE കിറ്റ്, മറ്റ് അവശ്യ വസ്തുക്കളുടെ സ്റ്റോക്ക് വിലയിരുത്തിയിട്ടുണ്ട്. 40 ബെഡുകൾ ഉൾപ്പെടുന്ന ഐസൊലേഷൻ യൂണിറ്റ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാലക്കാടിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ഡോക്ടർമാർ, നഴ്സിംഗ് ഓഫീസർമാർ, ആരോഗ്യ പ്രവർത്തകർക്ക് നിപ്പ പ്രതിരോധവുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും നൽകിയിട്ടുണ്ട്. പ്രദേശത്തെ ജനങ്ങൾ സാമൂഹിക അകലം പാലിക്കുകയും കണ്ടെയ്ൻമെന്റ് സോണുകളിലെ പ്രത്യേക നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടതാണെന്നും കണ്ടെയ്ൻമെന്റ് സോണുകളിലുള്ളവർ അനാവശ്യമായി കൂട്ടം കൂടി നിൽക്കുകയും മറ്റും ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ പുറത്തിറങ്ങുമ്പോൾ N95 മാസ്ക് നിർബന്ധമായും ധരിക്കണം. പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കിടയിൽ പനി, മറ്റ് ശ്വാസതടസ്സം, മാനസിക വിഭ്രാന്തി, ബോധക്ഷയം എന്നിവയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രി സേവനങ്ങൾ സ്വീകരിക്കണമെന്നും ഈ വവ്വാലുകൾ കൂടുതലായി കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തുന്നതും അവയെ ഭയപ്പെടുത്തി ഓടിക്കുവാൻ ശ്രമിക്കുന്നതും ഒഴിവാക്കണമെന്നും നിപ്പ പ്രതിരോധ പ്രവർത്തനത്തിനോടൊപ്പം ഈ ഡെങ്കിപ്പനി, എലിപ്പനി, മറ്റ് കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെയുള്ള ജാഗ്രത തുടരണമെന്നും ഉൾപ്പെടെ ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ 110 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. അതിൽ തന്നെ കഴിഞ്ഞ ദിവസം ഈ നിപ്പ സ്ഥിരീകരിച്ച 38-കാരിയുടെ ബന്ധുവായ ഒരു കുട്ടിക്കും പനി ഉണ്ടാവുന്ന ഒരു സ്ഥിതി ഉണ്ടായി. തുടർന്ന് ഈ കുട്ടിയെയും മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ ആ കുട്ടിയുടെ ചികിത്സ തുടരുന്ന ഒരു സ്ഥിതിയാണ്. അതായത് ജില്ലയിൽ വലിയ ജാഗ്രതയാണ് ഇപ്പോൾ തുടരുന്നത്. ജില്ലയിൽ ജാഗ്രത തുടരുന്നു. അവിടെ സമ്പർക്ക പട്ടികയിലുള്ള 10 വയസ്സുകാരിക്ക് കടുത്ത പനി അനുഭവപ്പെടുന്നു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ടല്ലോ അരുൺ ആലത്തൂർ. അപ്പോൾ സമ്പർക്ക പട്ടികയിൽ ഏകദേശം 245ഓളം പേർ ഉണ്ട്. 245 പേർ സമ്പർക്ക പട്ടികയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. കന്റോൺമെന്റ് സോണുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ 10 വയസ്സുകാരിയുടെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അരുൺ ആലത്തൂർ. വിനോദ്, 110 പേരാണ് പാലക്കാട് ജില്ലയിൽ നിരീക്ഷണത്തിലുള്ളത്. അതിൽ 10 വയസ്സുള്ള ഒരു കുട്ടിക്കാണ്, അതായത് 38-കാരിയായി നിപ്പ സ്ഥിരീകരിച്ച വ്യക്തിയുടെ ബന്ധുവിനാണ് പനി അനുഭവപ്പെട്ടത്. ഇന്നലെ രാവിലെ മുതൽ തന്നെ ഈ കുട്ടിക്ക് പനി അനുഭവപ്പെട്ടത് തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ഇന്നലെ തന്നെ ഈ കുട്ടിയെ മാറ്റിയിരുന്നു. ഇപ്പോഴും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആ കുട്ടി നിരീക്ഷണത്തിൽ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ കുട്ടിയുടെ മറ്റേതെങ്കിലും തരത്തിൽ നിപ്പ രോഗം മറ്റോ ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി സ്രവവും മറ്റും ശേഖരിച്ചിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് വരുന്ന മുറയ്ക്ക് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവും എന്നുള്ളതാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളോ മറ്റോ ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് ആരോഗ്യ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതെ, വലിയ ജാഗ്രതയിൽ തന്നെയാണ് പാലക്കാട് ജില്ലയുള്ളത്. ഇപ്പോൾ കോഴിക്കോടും ഇത്തരത്തിൽ ജാഗ്രതയിലേക്ക് വരുന്നു. കാരണം മലപ്പുറത്ത് ചികിത്സയിലുണ്ടായിരുന്ന 38-കാരിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. നിപ്പ രോഗം അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി, കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുള്ളത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ്പ രോഗബാധയുമായി ഒരാൾ ചികിത്സയ്ക്ക് എത്തിയിരിക്കുന്നു. സ്വാഭാവികമായും മെഡിക്കൽ കോളേജിൽ ആ ചികിത്സയുമായി ബന്ധപ്പെട്ട
വലിയ നിയന്ത്രണങ്ങൾ തന്നെ ഉണ്ടാകുമല്ലോ. ആ വാർഡ് പ്രത്യേക വാർഡിലായിരിക്കും, അങ്ങോട്ടേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നതിന് നിയന്ത്രണമുണ്ടാകും. അതുമാത്രമല്ല, കോഴിക്കോട് ജില്ലയിലും നിപ്പയുടെ ജാഗ്രത വളരെ കരുതലോടുകൂടി ഇപ്പോൾ കൈക്കൊള്ളുന്നുണ്ടല്ലോ. ദിസ്ന സുരേഷ്, കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും വിനോദ്, സംസ്ഥാനത്ത് നിപ്പ സമ്പർക്ക പട്ടികയിൽ 425 പേരാണുള്ളത്. ഇതിൽ മലപ്പുറത്ത് 12 പേരാണ് ചികിത്സയിലുള്ളത്. 228 പേരുണ്ട്. അതിൽ 12 പേരാണ് മലപ്പുറത്ത് ചികിത്സയിലുള്ളത്. കൂടാതെ തന്നെ ഈ കോഴിക്കോട് 87 പേരാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത് എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതിൽ എടുത്തു പറയേണ്ടത് ആരോഗ്യ പ്രവർത്തകരാണ് കൂടുതലും ഉള്ളത് എന്ന് തന്നെയാണ്. ഇന്നലെ 11:06 കൂടിയാണ് ഈ പെരിന്തൽമണ്ണ സ്വദേശിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുന്നത്. നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് പാലക്കാട് സ്വദേശിയായ 38 വയസ്സുകാരിയെ ഇന്നലെ രാത്രി 11:06 മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. KHRW-SP വാർഡിൽ വെന്റിലേറ്റർ സൗകര്യത്തോടെയാണ് അവർ ഐസൊലേഷനിൽ കഴിയുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ രോഗിയുടെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്ന റിപ്പോർട്ടാണ് ഇന്നലെ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ കോളേജ് മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ P. ജയേഷ് കുമാറിന്റെ മേൽനോട്ടത്തിലുള്ള സംഘമാണ് ഇവരെ നിരീക്ഷിച്ചു വരുന്നത്. ഇവരുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ബോർഡും രൂപീകരിച്ചിട്ടുണ്ട്. മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഡോക്ടർ VK ഷമീർ, ഡോക്ടർ E. ഡാനിഷ്, ഡോക്ടർ R. ഗായത്രി, PG ഡോക്ടർമാരായ വിദ്യാർത്ഥികൾ എന്നിവരാണ് ഈ രോഗിയെ പരിശോധിച്ചു വരുന്നത് എന്നൊരു വിവരവും നമുക്ക് ലഭ്യമായിട്ടുള്ള. അതോടൊപ്പം തന്നെ നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള നിയന്ത്രണം തന്നെയാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികൾക്കും നൽകിയിട്ടുള്ള നിർദ്ദേശത്തിലുള്ളത്. മാസ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് വേണം ആശുപത്രിയിൽ പ്രവേശിക്കാൻ തുടങ്ങിയ നിയന്ത്രണങ്ങളൊക്കെ തന്നെയും നിലവിൽ വന്നിട്ടുണ്ട്. എന്തായാലും ഈ രോഗിയുടെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നൊരു റിപ്പോർട്ടാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കോഴിക്കോട് 82 പേർ നിരീക്ഷണത്തിലാണെന്നൊരു വിവരവും പുറത്തു വരുന്നിട്ടുണ്ട്. അതിൽ കൂടുതലായും ഉൾപ്പെട്ടിട്ടുള്ളത് ഈ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരും അതോടൊപ്പം തന്നെ 2 ജീവനക്കാരുടെയും ആരോഗ്യനില നിരീക്ഷണത്തിൽ തന്നെയാണുള്ളത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശവും ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഈ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ തന്നെയും കർശനമായി മാസ്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് പോകണം തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ തന്നെയും നൽകിയിട്ടുണ്ട്. ആരോഗ്യ മന്ത്രിയുടെ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൽ യോഗം ചേരും എന്ന വിവരം തന്നെയാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ മെഡിക്കൽ ബോർഡിന്റെ അപ്ഡേഷൻ അനുസരിച്ച് ഇന്നലെ 11:06 ഈ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു എന്നൊരു വിവരം തന്നെയാണ് ലഭ്യമായിട്ടുള്ളത്. മെഡിക്കൽ ബോർഡും രൂപീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിനോദ്. ദിസ്ന സുരേഷ്, ഈ വടക്കൻ കേരളത്തിൽ ഇപ്പോൾ നിപ്പയുടെ ജാഗ്രത കൂടുതലും ഉള്ളത് വടക്കൻ കേരളത്തിലാണ്. പ്രത്യേകിച്ചും പാലക്കാട് രോഗം സ്ഥിരീകരിക്കുന്നു. പാലക്കാട് മാത്രമല്ല, മലപ്പുറം, നേരത്തെ ദിസ്ന സൂചിപ്പിച്ച പോലെ തന്നെ കോഴിക്കോട്, ഈ മേഖലകളിലാണ് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം വരുന്നത്. പാലക്കാട് കന്റോൺമെൻറ്റ് സോണുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിപ്പ രോഗം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എത്തുമ്പോൾ കോഴിക്കോട് ജില്ലയും അല്ലെങ്കിൽ വടക്കൻ കേരളം എത്രമാത്രം ആശങ്കയിലാണ് ദിസ്ന സുരേഷ്? പ്രത്യേകിച്ച് ഈ നിപ്പയുടെ ഉറവിടം വന്നത് കോഴിക്കോട് തന്നെയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് കോഴിക്കോട് ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഈ ആരോഗ്യ മേഖലയിൽ, അതായത് ആ യുവതി സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയും പിന്നീട് കോഴിക്കോട് ജില്ലയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയും ഇവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ഡോക്ടർമാർക്കുണ്ടായ സംശയമാണ് ഇത്തരത്തിൽ നിപ്പ സ്ഥിരീകരിക്കാൻ ഇടയായത്. അതോടൊപ്പം തന്നെ അവരുടെ സമ്പർക്ക പട്ടിക ഉൾപ്പെടെ അന്ന് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ച ആളുകളൊക്കെ തന്നെയും ക്വാറന്റൈനിൽ കഴിയേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്വയം, അതായത് മാസ്ക് ഉപയോഗിച്ച് സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് സ്വയം സംവിധാനങ്ങൾ ഒരുക്കുക എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ആരോഗ്യ മേഖലയിലെ ആളുകൾ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. വിനോദ്, അതോടൊപ്പം തന്നെ ഇന്നലെയാണ് ഈ രോഗിയെ എത്തിച്ച സമയത്താണ് ഈ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിട്ടുള്ളത്. മറ്റ് രോഗിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഈ മെഡിക്കൽ ബോർഡ് കൃത്യസമയത്ത് അറിയിക്കും എന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയുമായി ബന്ധപ്പെട്ടെത്തുന്ന രോഗികൾക്കൊക്കെ അതീവ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാസ്ക് ഒക്കെ ഉപയോഗിച്ച് ആശുപത്രിയിൽ എത്തണം എന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ പനി അടക്കമുള്ള ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ ചികിത്സ തേടണം. സ്വയം ചികിത്സ ഉണ്ടാവരുത് എന്നൊരു നിർദ്ദേശവും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നിലവിലുണ്ട്. വിനോദ്. അതെ, വ്യക്തമാണ്. കേരളത്തിൽ ആദ്യമായി നിപ്പ രോഗം സ്ഥിരീകരിച്ച ജില്ലയും കോഴിക്കോട് തന്നെയാണ്.